ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരുപാട് നാളായി നിങ്ങളൊക്കെ പറയുന്നതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് എന്തോ ഒരു മടിയായിരുന്നു കേട്ടോ, എൻ്റെ ഡേയിൽ എന്താണ് കാണിക്കാനുള്ളത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും എനിക്ക് പറ്റുന്ന പോലെ കേട്ടോ, ഫുൾ ഡേ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, പറ്റുന്ന അത്ര ഞാൻ ഇന്ന് കാണിക്കാം കേട്ടോ. ഞാൻ രാവിലെ മുതൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെയാണ് സമയം, പക്ഷെ നല്ല വെളിച്ചമുണ്ട് കേട്ടോ. ഒരു 9 മണി 8 മണിയൊക്കെ ആയ ഒരു ഫീലാണ്. ചെറിയ രീതിയിൽ മഴയുണ്ട്, രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ രാവിലെ എണീറ്റ് പാടും രാത്രി മഴയൊക്കെ ആണെങ്കിൽ വീടിൻ്റെ ചുറ്റും ഒന്ന് നടന്നു നോക്കൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇവിടെ കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷെ ഇത് കണ്ടില്ലേ, നല്ല കുന്നാണ്. ഞാൻ മുമ്പ് നിങ്ങൾക്ക് സ്ഥലമൊക്കെ കാണിച്ചു തന്നിട്ടില്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല കുന്നും പിന്നെ എന്താ പറയുക, മണ്ണൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ മണ്ണൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ടോ, വെള്ളം ഒഴുകിയിട്ടുണ്ടോ, ഇതൊക്കെയാണ് കേട്ടോ നോക്കുന്നത്. ഇതുകൊണ്ട് താഴേക്കൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും കേട്ടോ. ഇങ്ങനെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെയാണ് പേടിയും. പിന്നെ നമുക്കിവിടെ സ്ഥിരമായതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും മഴയൊക്കെ വരുന്ന സമയത്ത് നല്ല പേടിയാണ് കേട്ടോ. രാത്രിയൊക്കെ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഉറങ്ങുമ്പോഴൊക്കെ നമുക്ക് പേടി പെട്ടെന്നൊക്കെ ഞെട്ടി എണീക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഇപ്പം എന്നും അങ്ങനെയാണ്, വീടിൻ്റെ ചുറ്റും ഒരു റൗണ്ട് ഒന്ന് നടക്കും, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാനാണ്. പിന്നെ എൻ്റെ ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, നല്ല ചുമയാണ്, അതിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഹെയർ കെയർ വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാത്ത. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഈ വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല കഫക്കെട്ടാണ്, ജലദോഷമൊന്നുമില്ല, കഫക്കെട്ടാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചുമയും ശബ്ദത്തിനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ശബ്ദം മുറിഞ്ഞു പോകും കേട്ടോ, ചുമയ്ക്കാനുള്ളൊരു ഇതൊക്കെ ഞാൻ എടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. എനിക്ക് നേരിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒട്ടും ശബ്ദം ശരിയല്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് മുറിഞ്ഞങ്ങ് പോകുന്ന ഒരു ഫീലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാപ്പി ഇട്ടുകൊണ്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ഞങ്ങളുടെ എല്ലാ രാവിലെകളും ഇങ്ങനെയാണ് കേട്ടോ, ഒരു കാപ്പി നമുക്ക് സ്പെഷ്യലാണ്. എനിക്ക് ഏട്ടനും ഞങ്ങൾ എത്ര തിരക്കാണെങ്കിലും രാവിലെ ഒരു കാപ്പി രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കുടിക്കും കേട്ടോ. അപ്പോൾ ഒരാളൊക്കെ ഞാൻ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അത് ഭയങ്കര ഒരു മിസ്സിംഗ് ആണ് കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് നേരം അന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആ കാപ്പി കുടിക്കുന്ന സമയമാണ് കേട്ടോ സംസാരിക്കുക. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും ആ കാപ്പി മിസ്സാക്കാറില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ട സമയത്ത് പാലുകാച്ചലിൻ്റെ ഒക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, അജി വീട് വെച്ചോ, വീടിൻ്റെ കാര്യം എന്തൊന്നും പറയാതിരുന്നത്. ഞാൻ മുമ്പ് നിങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ വീട് വെക്കുന്ന സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, വീട് വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഒന്നും പറഞ്ഞില്ല, പെട്ടെന്ന് പാലുകാച്ചൽ കാണിച്ചു, അജി എന്തോ ഒന്നും പറയാതിരുന്നതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പോലും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഞങ്ങൾക്ക് വീടിൻ്റെ ഈ ഒരു സംഭവം ശരിയായത് കേട്ടോ. കാരണം ഞങ്ങൾ വീടായിട്ട് പണിതൊരു സംഭവം അല്ല ഇത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെ ആ വീഡിയോയിൽ തന്നെ നിങ്ങൾ ഹോം ടൂർ ചെയ്യണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഹോം ടൂറൊക്കെ ചെയ്യാൻ സത്യം പറഞ്ഞാൽ മടിയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. നിങ്ങൾ ഹോം ടൂർ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു വീടൊക്കെ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുക. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇതൊരു കുഞ്ഞൊരു വീടാണ്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു വീടായിരിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനൊരു വീട് പണിതത്. അപ്പം ഞാൻ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് വീടിൻ്റെ നോക്കട്ടെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വീട് കാണിച്ചു തരാം. അങ്ങനെ കാണിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതാ കാപ്പി റെഡി ആയിട്ടുണ്ട്. പാൽക്കാപ്പിയാണ് കേട്ടോ. പാൽക്കാപ്പി എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ പാല് വാങ്ങിക്കാറില്ല, പിന്നെ പാൽപ്പൊടി ഇല്ലേ, പാൽപ്പൊടി ഇട്ടിട്ടുള്ള കാപ്പിയാണ് കേട്ടോ. പാല് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം പോകണം. അപ്പോൾ രാവിലെ പോയിട്ട് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പാൽപ്പൊടി വാങ്ങി വെക്കും, എന്നിട്ട് പാൽക്കാപ്പിയായിട്ട് കുടിക്കും കേട്ടോ. പിന്നെ കുഞ്ഞൂസ് എണീറ്റിട്ടില്ല കേട്ടോ. കുഞ്ഞൂസ് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് കേട്ടോ കുഞ്ഞൂസ് എണീക്കുക. അവനൊരു 9:30 ആകുമ്പോൾ പോയാൽ മതി. 9:30 അല്ല, ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് പോകണം. അപ്പോൾ അവന് ആ ഒരു സമയത്ത് 7 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അവൻ എണീക്കുക. അപ്പോൾ ആ ഒരു സമയത്തേക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും രാവിലത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ അടുത്ത പരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ഒരു 6 മണിക്കൊക്കെ എണീക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒരു 8 മണിയൊക്കെ ഒരു ഫീലാണ്. നല്ല വെളിച്ചമാണ് കേട്ടോ. ഒരു 5:30 ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല വെളിച്ചമാണ്. അപ്പോൾ ഇത്ര ദിവസം വലിയ പ്രശ്നമില്ലായിരുന്നു. ക്ലാസ്സൊന്നും ഇല്ലാത്ത സമയത്ത് 6 മണിക്കൊന്നും എണീക്കേണ്ട, ഒരു 7 മണി 7:30 8 മണി ആ സമയത്തൊക്കെ എണീറ്റാൽ മതിയായിരുന്നു കേട്ടോ. പിന്നെ അത് നടക്കൂല, ഇനി നമ്മുടെ ഡെയിലി റുട്ടീൻ അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ മഴയും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ രാവിലെയൊക്കെ എണീക്കാൻ മടി. പൊതിച്ചു മുടി കിടക്കാൻ നല്ല സുഖമില്ല, നല്ല തണുപ്പുമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണെന്ന് അറിയാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ഞങ്ങൾക്കിവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. എന്നോട് നല്ല മഴയുള്ള സമയത്ത് ആരൊക്കെയോ കമൻറ്റോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അജി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്രാവശ്യം തുടക്കം തന്നെ നല്ല പെരും മഴയോട് കൂടിയാണ് വരുന്നത്. ഇനി അങ്ങോട്ടേക്ക് എന്താവും എന്നറിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ കടലക്കറിയും പുട്ടും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ വലിയൊരു കുക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. എനിക്ക് അങ്ങനെ വലുതായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം ഞാൻ ഇപ്പോഴാണ് കുക്കിംഗ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം അവിടെ വീട്ടിലായിരുന്ന സമയത്ത് അമ്മ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുക. എന്ന് വെച്ചാൽ ഞാൻ ഒന്നും ചെയ്യില്ല എന്നല്ല, ഞാൻ എല്ലാം അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അമ്മയാണ് ചെയ്യുക. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ടോ. 10 വർഷമായിട്ട് ഞാൻ കാര്യമായിട്ട് കുക്കിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ കുക്കിങ് കാര്യങ്ങളും അറിയുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാം, അതിൻ്റെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അറിയാം. പിന്നെ അങ്ങനെ വെച്ച് ഒന്നും ശീലമില്ലാത്തതുകൊണ്ട് എന്തെങ്ങനെ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചെയ്യുന്നത് കറക്റ്റാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീടൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും
കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് വേറെ ഒന്നിനുമല്ല. എനിക്കറിയാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പം ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. ഞാൻ വെക്കുന്ന സാധനങ്ങളൊക്കെ ഈസി ആയിട്ട് എങ്ങനെയും വെക്കാൻ പറ്റുമോ, ടേസ്റ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. അപ്പം ഞാനിതാ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഒന്നും സ്റ്റിക്കർ കളഞ്ഞിട്ടില്ല കേട്ടോ. സ്റ്റിക്കർ പറിച്ച് കളയുമ്പോൾ അവിടെ ഇങ്ങനെ പശയായിട്ട് നിൽക്കുക, അതുകൊണ്ടാണ് ഞാൻ കളയാതിരിക്കുന്നത്. അപ്പം ഞാനിന്ന് വറുത്തരച്ചിട്ടാണ് കേട്ടോ കടലക്കറി വെക്കുന്നത്. വറുത്തരച്ച് വെക്കുമ്പോഴേ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നാറുള്ളൂ. ഇങ്ങനെ അരയ്ക്കാതെ വെക്കുമ്പോൾ എൻ്റെ കടലക്കറി എന്തോ അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പോൾ ചിരവിയില്ല കേട്ടോ, ഞങ്ങൾ ചിരവ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കൈച്ചിരവിയില്ല, തൽക്കാലത്തേക്ക് അതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒട്ടും അങ്ങോട്ടേക്ക് ചിരവാൻ പറ്റുന്നില്ല കേട്ടോ. ആദ്യമൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ കൈച്ചിരവ കൊണ്ടാണ് കേട്ടോ ചിരവിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം മറ്റേ ചിരവിയിൽ ചിരവിയിട്ടാണെന്നൊന്നും എനിക്ക് ഒട്ടും ചിരവാൻ പറ്റുന്നില്ല. പിന്നെ ഏട്ടൻ കുറച്ച് ചിരവി തന്നിട്ടോ. ഏട്ടനെ വീഡിയോയിൽ കാണിക്കരുതെന്ന് പറഞ്ഞു, എന്തായാലും ഞാൻ കുറച്ചൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് മതിയല്ലോ തേങ്ങ, ഞാൻ ഒരുപാട് തേങ്ങയൊന്നും എടുക്കുന്നില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള കറിയേ ഉണ്ടാക്കുന്നുള്ളൂ. എനിക്ക് അളവുകളിലൊക്കെ നല്ല പ്രശ്നമുണ്ട് കേട്ടോ. 3 പേർക്ക് എത്ര വേണം അങ്ങനെ അളവൊന്നും എനിക്കങ്ങനെ കറക്റ്റായിട്ട് അറിയുന്നില്ല. പിന്നെ എന്തായാലും വെച്ച് അങ്ങ് ശീലമായിക്കോളുമല്ലോ. പിന്നെ കടലക്കറി ഞാൻ ഇതിനു മുമ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കടലക്കറിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം, എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ അറിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ ഒട്ടും അറിയാണ്ട് അങ്ങനെയല്ല, ചില സമയം ശരിയാവും, ചില സമയം ശരിയാവില്ല. അങ്ങനെ ഒരു എക്സ്പേർട്ട് അല്ലാന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞൂസ് എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ കുഞ്ഞൂസൊക്കെ വലുതായി കേട്ടോ. എന്നോട് കുറേ പേര് ചോദിച്ചു കുഞ്ഞൂസിനെ കാണിച്ചിട്ട്, കുറച്ച് ചെറുപ്പത്തിൽ ഞാൻ കാണിച്ചതല്ലേ, അപ്പോൾ കുഞ്ഞൂസിനെ കാണിക്കലില്ല, എന്താണ് കുഞ്ഞൂസിനെ കാണിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവന് പൊതുവെ വീഡിയോയിലൊക്കെ വരാൻ മടിയാണ് കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ നിർബന്ധിക്കലില്ല, അവന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ നിർബന്ധിക്കലില്ല. ഇപ്പം തന്നെ ക്യാമറ ഞാൻ ഓൺ ചെയ്ത് വെച്ച കാര്യമൊന്നും അവൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അവൻ്റെ രാവിലത്തെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ ചെയ്തോളൂ കേട്ടോ. എനിക്ക് അതിലൊന്നും ടെൻഷനില്ല. രാവിലത്തെ പല്ലുതേപ്പും കാര്യങ്ങളെല്ലാം അവൻ ചെയ്തോളും. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയാണ് കേട്ടോ നന്നാക്കി എടുക്കുന്നത്. എനിക്ക് ചെറിയുള്ളി ഇട്ട കറികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയുള്ളിയൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ തേങ്ങ വറുക്കുന്നതിലേക്ക് ചെറിയുള്ളിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയില്ലേ, വെളുത്തുള്ളി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ തേങ്ങ വറുത്തെടുക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് പിന്നെ വറ്റൽമുളകില്ലേ, വറ്റൽമുളക് ഒരു 2 എണ്ണം ഇടും. പിന്നെ പൊടികളും ഇട്ടിട്ട് വറുത്തെടുക്കാനാണ് കേട്ടോ. ഞാൻ കുക്കിംഗ് പറഞ്ഞു തരല്ല, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരും, ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. വേറെ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ വറുത്തരച്ച് കടലക്കറി വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെയെങ്കിലും കടലക്കറി വെക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ പറഞ്ഞു തരണം കേട്ടോ. ഉറപ്പായിട്ട് ഞാൻ അടുത്ത തവണ ചെയ്യുമ്പോൾ ആരാണോ പറഞ്ഞത് അവരുടെ പേര് പറഞ്ഞിട്ട് തന്നെ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാനിന്ന് പുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പുട്ട് എനിക്ക് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. റിസ്ക് അല്ല കേട്ടോ, ഞാൻ ഇതുവരെ പുട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടെൻഷനൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തേങ്ങയൊക്കെ വറുത്ത് വെച്ചാൽ അതൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് കുഞ്ഞൂസിൻ്റെ പിന്നെ ബുക്കിലൊന്ന് നെയിം സ്ലിപ്പൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇന്ന് മുതലാണ് കേട്ടോ ബുക്കുകളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പൊതിയിടൽ ഏട്ടൻ്റെ ഡ്യൂട്ടിയും നെയിം സ്ലിപ്പ് ഒട്ടിക്കലും അതിനകത്ത് പേര് എഴുതലൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. ബാക്കി അവൻ്റെ ഹോംവർക്കും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല കേട്ടോ. അവൻ തന്നെ ചെയ്തോളും, അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ ചെയ്യും. പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ കൊണ്ട് എനിക്ക് അവനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ തന്നെ ചെയ്ത് എല്ലാം റെഡിയാക്കി എടുക്കും കേട്ടോ. പിന്നെ കുഞ്ഞൂസിനെ കൊണ്ടുള്ള ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ആൾ ഫുഡ് കഴിക്കൂല കേട്ടോ. അതെനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു മിക്ക മക്കളും അങ്ങനെ തന്നെ ആയിരിക്കൂലേ. അപ്പോൾ പിന്നെ എനിക്ക് വേറെ എല്ലാവരും ഇങ്ങനെ മക്കളൊക്കെ ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോൾ കുഞ്ഞൂസ് ഒട്ടും കഴിക്കില്ല കേട്ടോ. എല്ലാവരും എന്നോട് പറയും എന്താണ് കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. ഇപ്പോൾ തോന്നില്ല കേട്ടോ, ഇപ്പോൾ അതെനിക്ക് കേട്ട് ശീലമായി. കാരണം കുഞ്ഞൂസ് ഇപ്പോൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കുഞ്ഞൂസും അങ്ങനെ എന്താ പറയുക, ആളൊട്ടുമില്ല, മെലിഞ്ഞിട്ടാണ് കേട്ടോ ആളിരിക്കുന്നത്. ആൾ അതിനനുസരിച്ച് ഫുഡ് കഴിക്കൂല, എന്തുണ്ടാക്കി കൊടുത്താലും അവൻ കഴിക്കൂല കേട്ടോ. ഇന്നിപ്പോൾ പുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ രാവിലെ തന്നെ ആൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പുട്ട് കഴിക്കൂല എന്ന്. ആളത് കഴിച്ച് നോക്കിയിട്ടല്ല കേട്ടോ, പുട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല പറയുന്നത്. പുട്ട് എന്നുള്ളത് ഞാൻ കഴിക്കില്ല എന്നവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ കഴിക്കൂല കേട്ടോ. അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ചപ്പാത്തിയാണ്. ഡെയിലി അവന് ചപ്പാത്തി കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് എനിക്ക് പുട്ടൊന്നും ഉണ്ടാക്കാൻ അറിയാണ്ടായി പോയത് കേട്ടോ. അവന് പൂരി, ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കഴിയുമ്പോൾ അവർ തന്നെ കഴിക്കാനല്ല, ഇപ്പോൾ തന്നെ കഴിച്ചോളൂ കേട്ടോ. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ ശരിയാവും ഞാൻ വിചാരിക്കുന്നു. പിന്നെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കും കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. സ്കൂളിലത്തെ ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. വീട്ടിൽ അവന് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡുകളുണ്ട്, അത് ഉണ്ടാക്കി കൊടുത്താൽ അവൻ നന്നായിട്ട് കഴിക്കും. ഇല്ലെങ്കിൽ വേറെ ഫുഡുകളൊന്നും ട്രൈ ചെയ്യാനൊന്നും അവന് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഇനി കടലക്കറിക്കുള്ള തേങ്ങയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, അത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ കുഞ്ഞൂസിന് കടലക്കറി ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ രാവിലെ കടലക്കറി ഉണ്ടാക്കുന്നത്. പിന്നെ അവൻ ഇതിൻ്റെ ഇടയിൽ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. ഞങ്ങൾക്കുള്ളതാണ് പുട്ട്, അവന് വേറെ എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കടലക്കറി ഉണ്ടാക്കിയിട്ട് നോക്കാമെന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ. പിന്നെ ഇപ്പോൾ മഴക്കാലമാണ്, അപ്പോൾ എല്ലാവരും മൺസൂൺ ഹെയർ കെയർ ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ഇടയ്ക്ക് അതിൻ്റെ മുടിയുടെ കാര്യമൊക്കെയാണ് കേട്ടോ കയറി വരും. നമ്മൾ ഇത് തന്നെ പറഞ്ഞ് ശീലിച്ചിട്ട് എനിക്ക് അത് തന്നെയാണ് കേട്ടോ കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ മൺസൂൺ ഹെയർ കെയർ ഒക്കെ ചെയ്യാം കേട്ടോ. നല്ല മഴയും തണുപ്പുമല്ല, അപ്പോൾ ഈ മഴയും തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് മൺസൂൺ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോസ് ചെയ്യും, ഹെയർ കെയർ വീഡിയോ ചെയ്യാതെ ഒന്നും ഇരിക്കില്ല, എന്തായാലും ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് പിന്നെ തക്കാളിയും ഉള്ളിയും
പിന്നെ വെളുത്തുള്ളിയും പിന്നെ ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അരപ്പിൽ ഞാൻ പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അരച്ചിട്ടുള്ളത്. അപ്പോൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തേക്ക് കടല ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് കടലക്കറി വെക്കാറുള്ളത്. കടല അത്യാവശ്യം നല്ല വേവുന്ന കടലയാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. കുഞ്ഞൂസിനും അങ്ങനെ നന്നായിട്ട് വേവണം കേട്ടോ കടല, അല്ലെങ്കിൽ അവൻ കടല ഒട്ടും കഴിക്കില്ല. പരമാവധി ഞാൻ ഇങ്ങനെ കടല കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ തോലൊക്കെ കളഞ്ഞു കൊടുക്കൂലേ, തോല് കളഞ്ഞു കൊടുത്താൽ മാത്രമേ അവൻ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ തോലൊക്കെ കളഞ്ഞ് അത്യാവശ്യം ഞാൻ കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ. കടലക്കറി വീഡിയോയിൽ കാണുമ്പോൾ അത്യാവശ്യം നല്ല മഞ്ഞ കളറിൽ കാണുന്നത്, അത്ര മഞ്ഞ കളർ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും കടലക്കറി എനിക്ക് ഇഷ്ടമായി കേട്ടോ. വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ സ്വന്തമായിട്ട് അങ്ങ് ഇഷ്ടമായി. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി എനിക്ക് വെക്കുന്നതല്ല, അടുത്ത ക്ലീനിങ് ആണ് കേട്ടോ എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്നുള്ളത്. എൻ്റെ പണി ഒരുങ്ങാൻ കുറേ താമസം എടുക്കും. അതിന് കാരണം എന്താ വെച്ചാൽ ഞാനിങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് പെട്ടെന്ന് തുടയ്ക്കാൻ നിൽക്കും. എനിക്കിങ്ങനെ കുറേ ഇങ്ങനെ വലിച്ചു വാരി കാണുന്ന അത്ര ഇഷ്ടമല്ല കേട്ടോ. ഒന്നിച്ചങ്ങ് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കുഞ്ഞൂസ് അപ്പുറത്ത് അമ്മ കൊടുത്തുവിട്ട പാത്രമാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ചപ്പാത്തിയാണ്. അപ്പോൾ അമ്മ ഞാനിവിടെ കടലക്കറി വെക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മ അപ്പുറത്ത് ചപ്പാത്തി ചുട്ടിട്ട് കുഞ്ഞൂസിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആ പണി ലാഭമായി, കുഞ്ഞൂസിന് ചപ്പാത്തി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുഞ്ഞൂസിനുള്ള ചപ്പാത്തി 2 ഇട്ടിട്ടുണ്ട്. 2 കഴിക്കുമെന്നൊന്നും എനിക്കറിയില്ല, ചിലപ്പം കടലക്കറി ഉള്ളതുകൊണ്ട് ചിലപ്പം കഴിക്കും കേട്ടോ. അപ്പോൾ കടലക്കറി എടുത്തിട്ടുണ്ട്. പിന്നെ അവന് ഇതിൻ്റെ കൂട്ടത്തിൽ ചായ മതി കേട്ടോ. ചായ അങ്ങനെ എന്താ പറയുക, കൂടുതലായിട്ട് ചായ കുടിക്കലില്ല. രാവിലെ ഒരു ഗ്ലാസ്, ചിലപ്പോൾ വൈകുന്നേരം കുടിക്കും കേട്ടോ. അങ്ങനെ മാത്രമേ ചായ ഞാൻ കൊടുക്കലുള്ളൂ. അപ്പോൾ കുഞ്ഞൂസിനും ഞാൻ പാൽപ്പൊടി ഇട്ട ചായ തന്നെയാണ് കേട്ടോ കൊടുക്കാറുള്ളത്. പാൽപ്പൊടി ഇട്ട് അങ്ങനെ കൊടുക്കുന്ന അത്ര നല്ലതല്ല എന്നറിയാം, എന്നാലും അവന് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ അവനിങ്ങനെ പശുവും പാലൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല കഫക്കെട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടറിന് പാൽ ഒഴിവാക്കാൻ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പാല് തീരെ വാങ്ങാണ്ടായത്. പിന്നെ പാൽപ്പൊടി ഇട്ട് ഞങ്ങളിങ്ങനെ കുടിക്കുന്ന കണ്ടപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് രാവിലെയും വൈകുന്നേരം ചിലപ്പോൾ ഓരോ ഗ്ലാസ്സൊക്കെ കൊടുക്കും, അത്രേ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവൻ ഭക്ഷണം കഴിക്കുന്ന സമയം കൊണ്ട് അവനുള്ള ലഞ്ച് പാക്കിംഗ് ആണ് കേട്ടോ ഞാൻ. ലഞ്ച് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ പരിപാടി ഒന്നുമില്ല, ഈസിയാണ്, വേറെ ഒന്നുമില്ല. ഒരു കുപ്പി വെള്ളവും ഒരു ഗ്ലാസും ഒരു പ്ലേറ്റും അത്ര മാത്രം മതി കേട്ടോ കുഞ്ഞൂസിന് ഫുഡൊന്നും കൊടുത്തു വിടാറില്ല. അവൻ്റെ സ്കൂളിൽ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അവനങ്ങനെ എന്താ പറയുക, പിന്നെ ആരും അങ്ങനെ കുട്ടികൾ ഫുഡും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ അവിടെ സമ്മതിക്കില്ല എന്നല്ല, ആരും കൊണ്ടുവരലില്ല. അപ്പോൾ കുഞ്ഞൂസിന് ഞങ്ങൾ അങ്ങനെ കൊടുത്തു വിടാറില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്ലേറ്റ്, ഒരു ഗ്ലാസ്, ഒരു കുപ്പി വെള്ളം, ഇത് മാത്രം കൊടുത്തു വിട്ടാൽ മതി. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് രാവിലെ അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത. രാവിലെ അവനെ ഫുഡ് കഴിപ്പിക്കാനുള്ള ആ ഒരു തിരക്ക് മാത്രമേ എനിക്കുള്ളൂ, അല്ലാണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ലഞ്ച് പാക്കിങ് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനൊരു കവറിലിട്ടിട്ട് കൊടുത്തു വിടും. എന്ന് വെച്ചാൽ അവൻ കഴുകിയിട്ട് അങ്ങനെ തന്നെ ഡയറക്റ്റ് വെക്കും, പുസ്തകമൊക്കെ നനയില്ല. അപ്പോൾ ഒരു കവറിലിട്ട് കൊടുത്തു വിടുകയാണെങ്കിൽ ആൾ അതേപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് കവറിലിട്ടിട്ട് ബാഗിൽ വെച്ചോളൂ കേട്ടോ. തൊട്ടടുത്തുള്ള ഒരു സ്കൂൾ, തൊട്ടടുത്തല്ല കുറച്ച് ദൂരമുണ്ട്, ഗവൺമെൻറ് സ്കൂളിലാണ് കേട്ടോ കുഞ്ഞൂസ് പഠിക്കുന്നത്. അപ്പോൾ നല്ല ഫുഡാണ് കേട്ടോ അവിടെ. ചെറിയ സ്കൂളാണ്, ചെറിയ സ്കൂൾ എന്ന് വെച്ചാൽ 4ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്. അപ്പോൾ ഈ കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞൂസിന് വേറെ സ്കൂളിലേക്ക് പോകണം. അപ്പോൾ കുഞ്ഞൂസിന് വണ്ടി വരാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ അവനെ ഒന്ന് പകുതി വരെ കൊണ്ടുവിടണം. അപ്പോൾ കുഞ്ഞൂസിൻ്റെ പേരെന്താണെന്ന് ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏതൊരു ഹെയർ കെയർ വീഡിയോയിൽ കുഞ്ഞൂസിനെ കാണിച്ച സമയത്ത് കുഞ്ഞൂസ് എന്നല്ലേ നമ്മൾ എപ്പോഴും പറയാം. അപ്പോൾ കുഞ്ഞൂസിൻ്റെ പേരെന്താണെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിഹാൻ എന്നാണ് കേട്ടോ കുഞ്ഞുവിൻ്റെ പേര്. അപ്പോൾ അവനെ ഒന്ന് കൊണ്ടുവിടണം. ആൾക്ക് വീഡിയോയിൽ വരാൻ നല്ല മടിയാണ് കേട്ടോ. ഇപ്പം ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെക്കുമ്പോൾ തന്നെ ആളുടെ മുഖത്തുള്ള ഒരു ചമ്മൽ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ അവനെ നിർബന്ധിക്കാത്ത കേട്ടോ. നമ്മളിങ്ങനെ നിർബന്ധിച്ച് എനിക്കിങ്ങനെ കുട്ടികളെ വീഡിയോയിലേക്ക് ആരെയാണെങ്കിലും, നമ്മുടെ വീട്ടിൽ ആരെയാണെങ്കിലും നിർബന്ധിച്ച് ക്യാമറേൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവരൊന്നും ഉൾപ്പെടുത്താതെ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഏട്ടൻ പിന്നെ ഏട്ടൻ ചില വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട്. ഏട്ടൻ കുഴപ്പമൊന്നുമില്ല, എനിക്ക് നല്ല സപ്പോർട്ടാണ്. പിന്നെ വീഡിയോയിൽ വരാൻ മടിയുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അധികം നിർബന്ധിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ രാവിലത്തെ ഭക്ഷണത്തിനുള്ള പരിപാടിയാണ്. എനിക്ക് കുഞ്ഞൂസ് പോയി കഴിയുമ്പോഴത്തേക്ക് നല്ല വിശപ്പായിരിക്കും കേട്ടോ. ഏകദേശം ഒരു 9:15 9:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്കുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ പുട്ടുണ്ടാക്കണം. എനിക്കിന്ന് രാവിലെ മുതലേ ടെൻഷനാണെന്ന് വെച്ചാൽ ഞാൻ പുട്ടുണ്ടാക്കിയാൽ ശരിയാവുമോ എന്നുള്ളതാണ്. എല്ലാവരും പുട്ടുണ്ടാക്കൽ എളുപ്പപ്പണി. എൻ്റെ അമ്മ പറയും കേട്ടോ, പുട്ടുണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ് മോളെ, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. ഞാനിപ്പോൾ രാവിലെ അമ്മേനെ വിളിച്ച് വെച്ചതേ ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാത്തത് കൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ച് എടുത്തു വെക്കുകയാണ് കേട്ടോ. ഇതുകൊണ്ടാണ് കേട്ടോ എൻ്റെ പണി ഒരുങ്ങാത്ത. എല്ലാം കൂടി ഒന്നിച്ചങ്ങ് ചെയ്യുകയാണെങ്കിൽ, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടങ്ങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പണി ഒറ്റയടിക്ക് ഒരുങ്ങും. ഇത് ഇടയ്ക്കിടയ്ക്ക് പാത്രം കഴുകി തുടച്ച് വെക്കും. അതുകൊണ്ട് എൻ്റെ പണി ഒരുങ്ങിയില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പുട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് അടുത്ത കുറേ പാത്രങ്ങൾ അവിടെ നിരന്നിരിക്കും. പക്ഷേ എനിക്കെന്തോ അങ്ങനെ ഇഷ്ടമല്ല. ഞാനിങ്ങനെ നമുക്ക് വലിയ തിരക്കില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ പുറത്ത് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എല്ലാം ഓടി ചെയ്തിട്ട് പോകില്ലേ. അപ്പം ഞാനിപ്പോൾ അമ്മ നേരത്തെ ചപ്പാത്തിയുടെ പാത്രവും പിന്നെ ചപ്പാത്തി തന്നുവിട്ട പാത്രവും തേങ്ങ എടുത്തിട്ട് ഞാൻ അപ്പുറത്തേക്കാണ് കേട്ടോ പോകുന്നത്. ചെറിയ രീതിയിൽ മഴയും ഉണ്ട്. അപ്പോൾ എനിക്ക് രാവിലെ ചിരവിയിട്ട് അങ്ങോട്ട് ശരിയായില്ല. അതുകൊണ്ട് അപ്പുറത്ത് പോയിട്ട് തേങ്ങ ചിരകിയിട്ട് വരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ പോകുമ്പോൾ ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോൾ നല്ല വെയിലാണ് കേട്ടോ. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ, വെയിൽ മഴ. എന്ന് വെച്ചാൽ തുണി ഉണങ്ങി കിട്ടാനാണ് കേട്ടോ ഏറ്റവും പാട്. അലക്കിയിട്ട തുണി ഒന്ന് എടുത്ത് വെക്കും, കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്കിടും, പിന്നെ എടുത്ത് വെക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്കിടും. ഇത് തന്നെയാണ് കേട്ടോ പണി.
അപ്പോൾ ഞാൻ ചെമ്പ റൈസിൻ്റെ പുട്ടുപൊടിയില്ലേ അത് വെച്ചിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ട് പുട്ടുണ്ടാക്കിയിട്ടില്ല. ഞാൻ പുട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ വീട്ടിലാണെങ്കിൽ നമ്മൾ അരി പൊടിച്ച് വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് ഉണ്ടാക്കുന്നതിലായിട്ട് ഉണ്ടാക്കില്ല. ഇങ്ങനെ വാങ്ങിയിട്ടുള്ള അരിപ്പൊടി കൊണ്ട് ഇതുവരെ, അരിപ്പൊടിയല്ല വാങ്ങിയിട്ടുള്ള പൊടി കൊണ്ട് ഇതുവരെ ഞങ്ങൾ പുട്ടുണ്ടാക്കിയില്ല. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എനിക്ക് ഡൗട്ടാണ് കേട്ടോ. ഞാനൊരു ഗ്ലാസ്സിലാണ് കേട്ടോ അളവ് പാത്രമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് മതി. എനിക്ക് ഏട്ടനുള്ള പുട്ട് മതി. ഞാൻ അതിനകത്ത് 1.5 ഗ്ലാസ് ഇത് എടുത്തിട്ടുണ്ട്. ഞാൻ കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ പുട്ട് നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് വരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ 1.5 ഗ്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ പാക്കറ്റിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ വായിച്ച് നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എത്ര വെള്ളം ഒഴിക്കണം, അങ്ങനെ എത്ര വെള്ളം ഒഴിക്കണം എന്നൊന്നും കൊടുത്തിട്ടില്ല. കുഴമ്പ് രൂപത്തിലാവരുത് എന്ന് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ പുട്ടുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കുഴയ്ക്കുന്ന രൂപവും അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ചെയ്യാത്തതിലുള്ള ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. വെള്ളം പോലെ ആയി പോവോ, പുട്ട് പിന്നെ സോഫ്റ്റ് അല്ലാണ്ട് ഹാർഡായി പോവോ, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനാണ് കേട്ടോ. പിന്നെ ഞാൻ കേട്ടു നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ ഇങ്ങനെ ഇതായി വരണം, പിന്നെ പൊടിഞ്ഞു പോകണം, അങ്ങനത്തെ അളവൊക്കെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഏകദേശം ഞാനൊന്ന് കുഴച്ചെടുത്തു. പിന്നെ ഞാൻ അതിനകത്തേക്ക് ലേശം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ലേശം തേങ്ങയും കൂടി ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പുട്ടും കൂടെ ഒക്കെ പുതിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സ്റ്റിക്കറാണ് നോക്കുന്നത്, ഇളക്കാൻ നോക്കിയതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉപയോഗിക്കുന്ന കപ്പിൻ്റെയൊക്കെ ഞാൻ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞപ്പോൾ അവിടെയൊക്കെ വൃത്തികേടായി കിടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പശ പോവാതെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ എന്തോ പോലെ നമ്മൾ പാത്രം കഴുകാത്ത പോലെയൊക്കെ ഞാൻ സ്റ്റിക്കർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുട്ടും കൂടെ തിരിച്ച് വെക്കുന്നത്. അപ്പോൾ ഏതോ ഒരു പാത്രത്തിൽ ഞാനിങ്ങനെ ചൂടാക്കിയപ്പോൾ തന്നെ ഇളകിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചൂടാക്കുന്ന സമയത്ത് തന്നെ പോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിക്കറൊക്കെ പറിക്കാതെ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ചില്ലൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ പറഞ്ഞ എന്താണെന്നറിയോ, നമ്മൾ ആ സിനിമയിലെ ഡയലോഗില്ലേ, നമ്മളെ അരിസ്റ്റേഷൻ വരെ സിനിമയിലെ ഡയലോഗാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനല്ല, ഏട്ടനെ അവിടുന്ന് പറയുകയാണ് കേട്ടോ, ശ്രീകുട്ടാ നിനക്ക് പുട്ട് തന്നെ വേണോ, അങ്ങനെ ആവുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെയൊക്കെ തമാശ പറയുന്നുണ്ടെങ്കിലും പുട്ടുണ്ടാക്കുന്നതിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു ടെൻഷൻ ഉണ്ട്. കാരണം കടലക്കറിയൊക്കെ ആക്കി നല്ല വിശന്നിട്ട് ഏട്ടനും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് പാളിപ്പോയാൽ നേരെ അമ്മേൻ്റെ അടുത്തേക്ക് ചപ്പാത്തി തിന്നാൻ പോകേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒരുവിധം എന്നെക്കൊണ്ട് അറിയുന്ന പോലെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ആകാംക്ഷയുണ്ട് കേട്ടോ, പുട്ട് എങ്ങനെയായി വരും എന്നുള്ളതിൽ ആകാംക്ഷയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുഴച്ചതല്ലാതെ പുട്ട് സോഫ്റ്റ് ആക്കാൻ വേറെ എന്തെങ്കിലും രീതി ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ കടലക്കറി പോലെ തന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന എല്ലാ ഫുഡിലും വേറെ ഏതെങ്കിലും രീതി ഉണ്ട്, ഇങ്ങനെ ചെയ്താൽ നന്നാവുന്ന വേറെ ഏതെങ്കിലും രീതിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും പറഞ്ഞു തരണം കേട്ടോ. പുട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അടുപ്പിൻ്റെ അടുത്തുനിന്ന് മാറിയിട്ടില്ല കേട്ടോ. പുട്ടിൽ ആവി വരുന്നത് നോക്കിയിരിക്കലാണ് എൻ്റെ പണി. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആവി വന്നു കഴിഞ്ഞിട്ട് പുട്ട് ഇങ്ങനെ ഒരുപാട് നേരം വെക്കരുതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പുട്ട് ഭയങ്കര ഹാർഡായി പോകുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവി വരുന്നത് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ ആവി വന്നു. ഇനി നമുക്ക് പുട്ട് കുത്താം. പുട്ട് കുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു തവിയാണ് കേട്ടോ എടുത്തുള്ളൂ. പുട്ട് കുത്താനുള്ള സാധനമൊന്നും എൻ്റെ അടുത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സാധനങ്ങളും പരിമിതമാണ്. അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പുട്ട് കുത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്തുള്ളൊരു സന്തോഷം എനിക്ക് നല്ല സന്തോഷമായിട്ട്. കാരണം ആ ഒരു ഭംഗിയിൽ ആ പുട്ട് കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ട്. അത് നമ്മൾ ആ ചെമ്പ റൈസിൻ്റെയും കൂടി ആയതുകൊണ്ട് പുട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ കാണുന്ന പോലത്തെ പുട്ട് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുറ്റി പുട്ട് മതിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഞാൻ ആ എടുത്ത അര ഗ്ലാസ് ഇച്ചിരി കൂടിപ്പോയി കേട്ടോ. ഒരു ഗ്ലാസ് മതിയായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. പിന്നെ ഞങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ തീരെ കുറവാണ് കേട്ടോ. ഏട്ടനാണെങ്കിലും ഞാനാണെങ്കിലും ഫുഡ് കഴിക്കൽ കുറച്ച് കുറവാണ്. ഞങ്ങൾക്ക് കുറഞ്ഞ അളവിൽ ഫുഡ് മതി. അപ്പോൾ ഇത്രയൊന്നും വേണ്ടായിരുന്നു. പിന്നെ പുട്ട് വേസ്റ്റ് ആക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഏട്ടനെയാണെങ്കിലും നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് കേട്ടോ. ഇത് കഴിച്ചേ പറ്റൂ, ഇത്ര കഴിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ കൂടെ കടലക്കറി എടുത്തിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായയാണ് കേട്ടോ. എനിക്ക് കട്ടൻ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് രാവിലെ കാപ്പി, പിന്നെ ചായ. പിന്നെ ഞങ്ങൾ കാപ്പി കുടിക്കില്ല, പിന്നെ ചായയാണ്. ഞാൻ പറഞ്ഞില്ലേ കപ്പിൻ്റെ പുറത്ത് ഇത് കണ്ടില്ലേ, ഞാൻ സ്റ്റിക്കർ വരച്ചതാണ് കേട്ടോ. ഞാൻ കഴുകാത്തയാന്ന് ആരും വിചാരിക്കരുത്, സ്റ്റിക്കർ വരച്ചതിൻ്റെ പാടാണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് കട്ടൻ ചായ എടുത്തിട്ടുണ്ട്, പുട്ടും എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ വേഗം കഴിക്കട്ടെ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം കുത്തിയ പുട്ടിൽ കുറച്ച് ഹാർഡായി കേട്ടോ. ഞാനത് പിന്നെ ആവി നിന്നിട്ടും വെന്തിട്ടുണ്ടാവും എന്നിട്ട് കുറച്ച് നേരം വെച്ചായിരുന്നു. അപ്പോൾ കുറച്ച് ഹാർഡായി. രണ്ടാമത്തത് ഞാൻ വേഗം എടുത്തു, അതുകൊണ്ട് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പുട്ട് മാത്രമല്ല കേട്ടോ, കടലക്കറി അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഏട്ടനും ഇഷ്ടമായി കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. പിന്നെ ഏട്ടനും അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ, ഇന്നത് വേണം അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്താണെങ്കിലും ഏട്ടന് കുഴപ്പമില്ല. അതുകൊണ്ട് ഏട്ടനും ഞാനും മാത്രം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ടെൻഷനും ഇല്ല കേട്ടോ. എന്താണെങ്കിലും കുഴപ്പമില്ലല്ലോ, അങ്ങനത്തെ ടെൻഷനും ഇല്ല. പിന്നെ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഉച്ചത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ. ഉച്ചത്തേക്കുള്ള ചോറ് വെക്കലാണ് അടുത്ത പരിപാടി. ചോറിന് അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതവിടെ വെന്തോളുമല്ലോ, കറിയൊക്കെ ആവുന്ന സമയം കൊണ്ട് അതങ്ങ് വെന്തോളുമല്ലോ. അപ്പോൾ ചോറ് ഞാൻ അടുപ്പിലാണ് കേട്ടോ വെക്കാറുള്ളത്. ഗ്യാസിൽ വെച്ചാൽ മുതലാവില്ല, കാരണം അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ്, കുത്തരിയാണ് കേട്ടോ. ഞങ്ങളിവിടെ എല്ലാവരും കുത്തരിയാണ് ഉപയോഗിക്കുക. എനിക്ക് വെള്ളരി ഇഷ്ടമാണ് കേട്ടോ. നമ്മളെ റേഷൻ അരി ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലൊക്കെ അതാണ് വെക്കാറുള്ളത്. അപ്പോൾ എനിക്ക് ആ അരി ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോൾ നമുക്ക് വേഗം വെന്ത് കിട്ടുമല്ലോ. പക്ഷെ ഇവിടെ എല്ലാവരും കുത്തരിയാണ്. അപ്പോൾ കുത്തരി നമ്മൾ ഗ്യാസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് മുതലാവില്ല. അപ്പോൾ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ചോറ് വെക്കാറുള്ളത്. പിന്നെ
എന്ന് വെച്ചാൽ അടുപ്പിൽ വെക്കുന്ന ചോറിനൊരു പ്രത്യേക ഒരു ഇതുണ്ട് കേട്ടോ. അത് നമുക്ക് തോന്നിയാണോ എന്നറിയില്ല, എപ്പോഴും നമ്മൾ അടുപ്പിൽ വെച്ച് കഴിച്ച് ശീലിച്ചിട്ടാണോ എന്നറിയില്ല കേട്ടോ. അടുപ്പിൽ വെക്കുന്ന ചോറ് എനിക്കല്ല ഏട്ടനും അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു അടുപ്പ് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് നമ്മളെ പാല് കാച്ചുന്ന വീഡിയോ ഇട്ടില്ലേ, ആ സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുപ്പ് കത്തുന്നുണ്ടോ അജി, നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾക്കും ആ ടെൻഷൻ ഉണ്ടായിരുന്നു, കത്തൂ ഇല്ലേ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ല വിറകൊക്കെയാണ്, കത്തി പിടിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ കത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആലുവ അടുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അടുപ്പിന് പട്ടാമ്പി അടുപ്പ് എന്നാ പറയുന്നത്. ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. ഞാൻ ഇതും ആലുവ അടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചു. ഇനി അരി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല വേവുള്ള അരിയാണ്, ഏകദേശം 2 മണിക്കൂറൊക്കെ വേവുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത പണികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചോറാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ രാത്രിത്തേക്കും അത് തന്നെ എടുക്കട്ടോ. ഉച്ചത്തേക്കും രാത്രിത്തേക്കും ഉള്ള ചോറാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ രാത്രി അപ്പം തന്നെ വെച്ച ചോറ് വേണം അങ്ങനത്തെ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. വൈകുന്നേരം ചൂടാക്കി എടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വിറകൊക്കെ സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മഴക്കാലമായാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലോ, അതുകൊണ്ട് വിറകൊക്കെ അടിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം വിറകിൻ്റെ പണിയും അങ്ങനത്തെ പണികളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളും ചെയ്യാതിരുന്നത്. വിറകിൻ്റെ പണി അതൊക്കെ കഴിഞ്ഞതിൻ്റെയാണ് കേട്ടോ ഇപ്പോൾ ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലേക്ക് പിന്നെ കറിവേപ്പിലയും കാന്താരിയും പറിക്കാനുള്ള പോക്കാണ് കേട്ടോ. വീട്ടിൽ അവിടെ ഞങ്ങളൊന്നും നട്ടുപിടിപ്പിക്കാൻ അങ്ങനെയൊന്നും തുടങ്ങിയിട്ടില്ല. ഇനി എല്ലാം വേണം സെറ്റാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം മഴ തോർച്ചയുണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. കല്ലും കാത്തുമാണ് കേട്ടോ. 2 നല്ല കൂട്ടാണ് ഞങ്ങളുടെ അടുത്ത്. ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പൂച്ചക്കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു തള്ളപ്പൂച്ച ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഈ 2 കുട്ടികളെ ഇവിടെ ഇട്ടിട്ട് തള്ളപ്പൂച്ച എങ്ങോട്ടോ പോയോ, ചത്തുപോയോ, ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതിനെ എന്താ പറയുക, 2 എണ്ണത്തിനെ ഞങ്ങൾ നോക്കിയെടുക്കുന്നതാണ് കേട്ടോ. ഞങ്ങളോട് നല്ല കൂട്ടാണ് 2 പേരും. അങ്ങനെ പൂച്ചക്കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് മഴ പെയ്തു കേട്ടോ. വരുന്ന സമയത്ത് ചെറിയ തോർച്ച ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് കറിവേപ്പില ഉണ്ടാവും കേട്ടോ. ഞാൻ ഹെയർ കെയർ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തന്നിട്ടില്ല, നന്നായിട്ട് കറിവേപ്പില ഉണ്ടാവും കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ വീണ് മുളയ്ക്കുന്ന പോലെ പറമ്പിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് നമ്മളൊന്നും നോക്കിയില്ലെങ്കിൽ കൂടി ഇവിടെ കറിവേപ്പില ഉണ്ടാവും കേട്ടോ. ചില സ്ഥലങ്ങളിൽ കറിവേപ്പില അങ്ങനെ ഉണ്ടാവും, ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ല, എൻ്റെ വീട്ടിൽ അമ്മ അങ്ങനെ നോക്കിയിട്ടും അങ്ങനെ കറിവേപ്പില അങ്ങനെ നന്നായിട്ടൊന്ന് തഴച്ച് വരും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചെറിയൊരു കുറ്റി പോലെ ഇങ്ങനെ നിൽക്കുക, അങ്ങനെ ഉണ്ടാവില്ലുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എന്താണെന്നറിയില്ല, ചിലപ്പോൾ ഓരോ മണ്ണിൻ്റെയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കറിവേപ്പില ഉണ്ടാവലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചീനി ഞങ്ങളിവിടെ ചീനി എന്ന് പറയും കേട്ടോ. അപ്പോൾ കാന്താരി പിന്നെ എല്ലായിടത്തും ഉണ്ടാവലുണ്ട്. പിന്നെ എനിക്ക് കറികൾക്ക് ഇങ്ങനെ കാന്താരി ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാന്താരിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ കാന്താരി ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സമയത്ത് ഞാൻ കാന്താരിയാണ് കേട്ടോ ഇടാറുള്ളത്. അപ്പോൾ ഇനി ഉച്ചത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ. രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് വേഗം ഉച്ചത്തെ പരിപാടിയും തീർത്ത് വെച്ചാൽ പിന്നെ വൈകുന്നേരം അടുക്കളയിലേക്ക് കയറുന്നത് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ആ വൈകുന്നേരത്തേക്കുള്ള എല്ലാ പരിപാടികളും ഞാൻ ഇപ്പം തന്നെ തീർത്ത് വെക്കും. കുഞ്ഞൂസ് വരുന്നതിന് മുന്നേ എല്ലാ പരിപാടികളും തീർത്ത് വെക്കും കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ വന്നു കഴിഞ്ഞാൽ അവന് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മോരുകറിക്കുള്ളതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. തേങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങയിലേക്ക് പിന്നെ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, കാന്താരി ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പിന്നെന്താ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മോരുകറി വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ അരയ്ക്കാൻ നോക്കുമ്പോഴത്തേക്ക് കറണ്ട് പോയി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ സോയാ ചങ്ക്സ് ഇല്ലേ അത് കുറച്ച് എടുക്കുകയാണ് കേട്ടോ. മോരുകറി മാത്രമാകുമ്പോൾ എന്തോ പോലെ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏട്ടനൊന്നും വലിയ താല്പര്യമില്ല, എങ്കിലും കഴിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടം. പൊരിച്ചിട്ട് ഇങ്ങനെ വെറുതെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലർ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ എന്താ പറയുക, സോയാ ചങ്ക്സ് അങ്ങനെ വലിയ ഇഷ്ടമല്ല, സ്മെല്ല് ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. എല്ലാവരും കഴിക്കില്ല എന്ന് പറയുമ്പോൾ ഞാനും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം, കുഞ്ഞൂസിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. മോരുകറി ആവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതും കൂടി ആക്കി എടുക്കുകയാണെങ്കിൽ എളുപ്പമാണല്ലോ. അപ്പോൾ മോര് ഏട്ടൻ രാവിലെ പിന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് മോരുകറി വെക്കാം കേട്ടോ. എൻ്റെ ഫ്രിഡ്ജ് നോക്കണ്ട, എൻ്റെ ഫ്രിഡ്ജിൽ ഒരു സാധനങ്ങളും ഇല്ല കേട്ടോ. ഫ്രിഡ്ജിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ, ഫ്രിഡ്ജിൽ ഒരു സംഭവങ്ങളും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും സെറ്റ് ആയിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും വാങ്ങി ഒന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പോൾ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ തൈര് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുവരെയായിട്ടും കറണ്ട് വന്നിട്ടില്ല കേട്ടോ. കറണ്ട് വന്നിട്ട് വേണം എനിക്ക് തേങ്ങ അരയ്ക്കാനും തൈരൊന്ന് അടിച്ച് വെക്കാനും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ആ സോയയൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ തിളപ്പിച്ചിട്ട് എടുത്ത് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുക്കും കേട്ടോ. എനിക്കങ്ങനെ ബോളായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അരിഞ്ഞെടുത്തിട്ടാണ് ഞാൻ അതിനകത്ത് മസാലയൊക്കെ മിക്സ് ചെയ്യുന്നത്. മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ മീറ്റ് മസാല ചേർക്കും കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല, അങ്ങനെ മിക്സ് ചെയ്ത് വെക്കും. പിന്നെ കറണ്ട് വരുന്ന സമയം കൊണ്ട് ഞാൻ സോയാ ചങ്ക്സിനുള്ളതും പിന്നെ നമ്മുടെ പിന്നെ മോരുകറിക്കുള്ളതും പിന്നെ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ മുളകും എല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ, കറണ്ട് വരുന്ന സമയത്ത് വേഗം ചെയ്യാമല്ലോ.
അപ്പോൾ ഈ ഒരു സമയം പുറത്ത് നല്ല മഴയാണ് കേട്ടോ. എന്ന് വെച്ചാൽ രാവിലെയൊക്കെ അത്യാവശ്യം ഒരു തെളിച്ചുണ്ടായിരുന്നു, ചെറിയ ചെറിയ ചാറ്റലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇത് കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തേങ്ങയും പിന്നെ തൈരൊക്കെ ഒന്ന് അടിച്ച് വെക്കുകയാണ്. തൈരും തേങ്ങയൊക്കെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറി വെക്കാൻ വലിയ പ്രശ്നമില്ലല്ലോ. ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു കേട്ടോ, കറണ്ട് വരാതെ കണ്ടപ്പോൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഞാൻ മോരുകറിയും പിന്നെ സോയാ ചങ്ക്സും ഒക്കെ ഒന്നിച്ച് വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ വേഗം ആവണമല്ലോ. ഇനിയിപ്പോൾ സമയം എടുത്തു കഴിഞ്ഞാൽ വൈകും, ഉച്ചയൊക്കെ ആവാറായപ്പോൾ വൈകും. എനിക്ക് കുക്കിങ്ങിന് കുറച്ച് സമയം എടുക്കും കേട്ടോ. നമ്മളെന്താ വെച്ചാൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കണം എനിക്ക്. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു കറി വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ നിന്ന് അതായി കഴിഞ്ഞിട്ട് അടുത്ത കറി ഞാൻ വെക്കാറുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പം അത് നടക്കാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം സോയാ ചങ്ക്സ് ഒന്ന് ഞാൻ പിന്നെ എണ്ണ ഒഴിച്ചിട്ട്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്ത, വെളിച്ചെണ്ണ എടുത്തില്ല. വെളിച്ചെണ്ണയിലൊക്കെ പൊരിച്ചാൽ നല്ലതാണ്. ഞാൻ പിന്നെ സൺഫ്ലവർ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് പൊരിക്കാൻ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അത് പൊരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം മോരുകറി തയ്യാറാക്കാമല്ലോ. അപ്പോൾ മോരുകറി വേറെ ഒന്നുമില്ല, പിന്നെ ചെറിയുള്ളി, ഞാൻ മോരുകറിക്ക് ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയുള്ളി ഇടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ മോരുകറി ഉണ്ടാക്കുക. എല്ലാവരും അങ്ങനെയാണോ മോരുകറി ഉണ്ടാക്കുക എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും രീതിയിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ പറയണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇഞ്ചി ഇല്ല കേട്ടോ. എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പില എല്ലാ കറികളിലും ഞാൻ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ, പക്ഷേ ഇഞ്ചി ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ ഞാൻ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു പിന്നെ തേങ്ങയിലുള്ള എണ്ണ തെളിഞ്ഞ് വരുന്നൊരു സമയം എന്ന് പറയില്ലേ, ആ ഒരു സമയം വരെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നത്. വീഡിയോയിൽ നിങ്ങൾക്ക് വെറുപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ചൊക്കെ കട്ടൊക്കെ ചെയ്ത് സ്പീഡൊക്കെ ആക്കി കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ മോരുകറിയിൽ തൈരും ചേർത്ത് തിള വരുന്നതിന് മുന്നേ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സോയാ ചങ്ക്സ് ഒക്കെ റെഡി ആയി, പിന്നെ മുരിഞ്ഞ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വേഗം ഒന്ന് ഒഴിവാക്കിയിട്ടോ. എനിക്ക് ആ പാത്രം കടുക് വറുക്കാൻ വേണ്ടി വേണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേഗം ഒഴിവാക്കി കഴുകിയത്. ഞാൻ പറഞ്ഞല്ലോ പാത്രങ്ങളൊക്കെ പരിമിതമാണ്, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ചീനച്ചട്ടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വാങ്ങിയിട്ടില്ല. അപ്പോൾ മോരുകറിയിലേക്ക് ഞാൻ കടുക് വറുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മോരുകറിയിൽ ഉലുവ പൊടിച്ച് ചേർത്തിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ചേർക്കാന്ന് വെച്ചിട്ട് ഉലുവ വറുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. അപ്പോൾ അതൊന്ന് വറുത്തിട്ട് ലാസ്റ്റ് ചേർക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ സോയാ ചങ്ക്സ് ഞാനിങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇതെല്ലാം എടുത്തൊന്ന് വഴറ്റിയിട്ട് കുറച്ച് പൊടികളും ചേർത്ത് പിന്നെ അതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് പൊടികൾ ചേർത്തിട്ടില്ല, കുഞ്ഞൂസിന് ഒരുപാട് എരിവ് പറ്റില്ല കേട്ടോ. അതുകൊണ്ട് എരിവ് കുറച്ചിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചിട്ട് പിന്നെ മോരുകറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. ലാസ്റ്റ് ഇങ്ങനെ ഉലുവപ്പൊടി വെറുതെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ കറിപ്പരിപാടികളും കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ. കറിപ്പരിപാടികളും കാര്യങ്ങളും കഴിഞ്ഞാൽ തന്നെ എനിക്കൊരു സമാധാനമാണ് കേട്ടോ. ആ ഏരിയ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് വലിയ സമാധാനമാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത്രയും സമയം 2 മണിക്കൂർ വേണം കേട്ടോ ചോറ് വേവാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്യാസിൽ വെച്ചാൽ ഒട്ടും മുതലാവില്ല. അടുപ്പിലാകുമ്പോൾ അതങ്ങ് വെന്തോളുമല്ലോ. അപ്പോൾ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് എൻ്റെ ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണെന്ന് വെച്ചാൽ ഇഷ്ടമല്ല, പക്ഷെ എന്നാലും എനിക്ക് ചെയ്യാൻ ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. കാരണം കൂടുതലും ഞാൻ വീട്ടിൽ ക്ലീനിങ് പരിപാടികളാണ് കേട്ടോ ചെയ്യാറുള്ളത്. അമ്മ കുക്കിംഗ് ചെയ്യും, ബാക്കി ക്ലീനിങ്ങും പരിപാടികളും കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. അപ്പോൾ ഈ ഒരു സമയത്തിൽ ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് ചിക്കൻ കറി വെക്കും ഇതുവരെ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. എനിക്കൊന്നും ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് തോന്നുന്നു. ഞാൻ എന്ന് വെച്ചാൽ ഒട്ടും ചെയ്യില്ല എന്നല്ല, ഞാൻ എല്ലാം അതിനുള്ള ഉള്ളിയാണെങ്കിലും തക്കാളി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും ഇഞ്ചി ആണെങ്കിലും എല്ലാം ഞാൻ നന്നാക്കി കൊടുക്കും, എല്ലാം ചെയ്ത് കൊടുക്കും, ചിക്കൻ നന്നാക്കി എല്ലാം കൊടുക്കും. പക്ഷെ വെക്കുന്നത് അമ്മയാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് അങ്ങനെ വെച്ചിട്ടില്ല. എനിക്ക് നോൺ വെജ് വെക്കാനാണ് കേട്ടോ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ഞാൻ ചെയ്യാത്തതുകൊണ്ടാണ് എല്ലാവരും പറയും നോൺ വെജ് വെക്കാനാണ് എളുപ്പം എന്നുള്ളത്. ഞാൻ കൂടുതലും വെച്ചിട്ടുള്ളത് സാമ്പാർ, മോരുകറി അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ കൂടുതലും വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇനി അങ്ങനെ പറ്റില്ലല്ലോ, ഇനി എന്തായാലും വെച്ച് തുടങ്ങണം. ചിക്കൻ കറിയൊക്കെ എനിക്ക് വെക്കണം എന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാനിരിക്കുന്നത്. ഞാൻ എന്തായാലും പിന്നെ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും പറഞ്ഞിരുന്നു എനിക്കറിയാം. നിങ്ങൾ എന്നെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്ന് എനിക്കറിയാം കേട്ടോ. ഞാൻ മുമ്പ് Q&A ഒക്കെ ചെയ്ത സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അജി എന്ത് ഇതാക്കിയാലും ഞങ്ങൾ പറഞ്ഞിരുന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അടിച്ചു വാരലും തുടക്കലും പരിപാടിയൊന്നും എനിക്കത്ര പുത്തിരിയല്ല കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടിച്ചു വാരൽ തുടക്കലില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടിച്ചു വാരും, ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ സിങ്കും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം. അതെന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ പണികൾ ഒരുങ്ങലും കുറച്ച് താമസിച്ചാണ് കേട്ടോ. ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. എനിക്കിങ്ങനെ ഇച്ചിരി പൊടി കാണുമ്പോഴത്തേക്ക് പിന്നെ ഇത് ചെയ്യണം. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളെല്ലാം വൃത്തിയാക്കി അടുക്കള ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അകമൊക്കെ അടിച്ചു വാരി എല്ലാം ഒന്ന് തുടച്ചിടും കേട്ടോ. ഞാൻ എല്ലാ ദിവസവും പറ്റുന്ന ദിവസം എനിക്ക് ആരോഗ്യത്തിന് വലിയ പ്രശ്നമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ തുടച്ചിടാറുണ്ട് കേട്ടോ.
പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ മഴച്ചാറ്റിലടിക്കുന്നതുകൊണ്ട് ഫുള്ള് ചവിട്ടിയിലൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞൂസ് വന്നു കഴിഞ്ഞാലാണ് പ്രശ്നം. അവൻ ഇതിനകത്ത് ചവിട്ടിയിട്ട് നേരെ അങ്ങ് അകത്തേക്ക് കയറും. പുറത്ത് കളിച്ച് വന്നിട്ടായിരിക്കും കയറുക. അവൻ വന്നു കഴിഞ്ഞാലാണ് അകത്തേക്ക് ചെളി ചവിട്ടി കയറുക. അതുവരത്തേക്കും വീട് അങ്ങനെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ പടികളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ഞാൻ വൃത്തിയാക്കി എടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. ഉച്ചവരെയുള്ള കാര്യങ്ങളെ ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഫുഡ് കഴിക്കണം, പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം, പിന്നെ വൈകുന്നേരം കുഞ്ഞൂസ് വന്നിട്ടുള്ള പരിപാടികളും കുളിയും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് കമൻറ്റിലൂടെ പറയണം കേട്ടോ. നിങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞു തരാറുണ്ട് എനിക്ക്, അതുപോലെ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇനിയത്തെ വീഡിയോസിൽ എല്ലാം ശരിയാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം.